നിതിൻ രാജിൻ്റെ പിതാവും കുടുംബവും നമ്മൾ കാണുന്നത് നിതിൻ രാജിൻ്റെ അച്ഛനെയും നിതിൻ രാജിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയുമാണ്. അവിടുത്തെ പൊതുപ്രവർത്തകർക്കൊപ്പം അദ്ദേഹം അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം ദുഃഖകരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറുന്ന സംഭവമല്ല അത്. വീണ്ടും അതിൻ്റെ വേദനയാകെ കാണുന്ന ആളുകളുടെ എല്ലാം ഉള്ളിലേക്ക് വരുന്ന സാഹചര്യമാണ്. നിഖിൽ അവിടെ നിന്ന് വിവരങ്ങളുമായിട്ട് ചേർന്നു. നിഖിൽ, അദ്ദേഹം നേരത്തെ വന്നിരുന്നുവല്ലോ അല്ലേ? ഇപ്പോൾ അവർ അധികൃതർ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാമെന്ന് അറിയിച്ചിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അങ്ങോട്ടേക്ക് പോകുമായിരിക്കും. തീർച്ചയായും സനീഷ്, ഈ കോളേജ് മാനേജ്മെന്റ് ഇവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ നിതിൻ രാജിന്റെ അച്ഛൻ പോകുന്നത് ഈ ദാരുണമായ സംഭവം നടന്ന സ്ഥലത്തേക്കാണ്. അതായത് അന്ന് ഈ സംസാരങ്ങളൊക്കെ നടന്നതിന് ശേഷം പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി നിതിൻ രാജ് വീണ് മരിച്ച ആ സ്ഥലമുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ അച്ഛൻ പോകുന്നത്. നമുക്കറിയാം, ഈ കോളേജിലേക്ക് കാല് കുത്തിയത് മുതൽ നിതിൻ രാജിന്റെ അച്ഛൻ നിറകണ്ണുകളോടെയായിരുന്നു ഈ കോളേജിൽ നടക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഏതായാലും ഇപ്പോൾ ഈ നിതിൻ രാജ് വീണ് മരിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് അദ്ദേഹം ഇപ്പോൾ ഈ നിതിൻ രാജിന്റെ സഹോദരി ഭർത്താവിന്റെ കൂടെ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഈ കോളേജ് അധികൃതരുമായി, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളുമായി അദ്ദേഹം സംസാരിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിനകത്താണ് ഇത് ഈ വീണ് മരിച്ച ഭാഗം വരുന്നത്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ പിതാവ് പോയിരിക്കുന്നത്. വലിയ വൈകാരികമായ കാഴ്ചകളായിരുന്നു. കാരണം ഈ കോളേജിലേക്ക് തൻ്റെ മകൻ പഠിക്കാൻ വന്നിരുന്ന കോളേജാണ്. അവിടെ നിന്ന് മകൻ ഒരു ഡോക്ടർ സ്വന്തം മകൻ ഡോക്ടറായിട്ട് തിരിച്ചു വന്നുകൊള്ളും എന്ന വലിയ ആത്മവിശ്വാസവും സന്തോഷവും അദ്ദേഹത്തിന് പ്രതീക്ഷയും ഉള്ള ഒരു കുടുംബമായിരുന്നു അവർ. ആ കുട്ടി വളരെ വലിയ കഷ്ടതകൾക്കിടയിലൂടെ പഠിച്ചാണ് അവിടെ വരെ എത്തിയത്. നിശ്ചയമായിട്ടും ഡെൻ്റൽ കോളേജിൽ പഠിച്ച് ഡോക്ടറായിട്ട് ഇറങ്ങുന്ന ആ മകൻ കുടുംബത്തിനാകെയും അഭിമാനകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച അച്ഛനാണ് ഇപ്പോൾ ആ കുട്ടി വീണ് മരിച്ച ഇടത്തുകൂടെ ആ കോളേജിൽ അധികൃതരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. കേരളത്തിൻ്റെ ആകെ സങ്കടമായി മാറിയ നിതിൻ രാജിൻ്റെ പിതാവും ബന്ധുക്കളുമാണ് നിതിൻ രാജ് മരിച്ച കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. നിഖിൽ, അവർ അങ്ങോട്ട് കയറിയോ? അദ്ദേഹം എന്തായിരിക്കും ഈ അധികൃതർ അദ്ദേഹത്തോട് പറയുക എന്നോർക്കുകയായിരുന്നു ഞാൻ. അതായത് അവരുടെ അധ്യാപകരുടെ പീഡനം കൊണ്ടാണ് ആ കുഞ്ഞ് മരിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവർ ആ അധികൃതർ ഈ അധ്യാപകരെ സംരക്ഷിക്കുന്ന നിലയാണ് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് ഹൃദയവേദനയോടെ വരുന്ന പിതാവിനോട് അവരെന്തായിരിക്കും പറയുക എന്നാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഈ ഘട്ടത്തിൽ കാണുന്ന ആളുകളെല്ലാം ആലോചിക്കുന്നുണ്ടാവുക. അദ്ദേഹം അങ്ങോട്ടേക്ക് പോയോ? സനീഷ്, ഏതായാലും ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. നിതിൻ രാജ് അവസാനമായി നടന്നു പോയ ആ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്. ഇത് കൂടെയുള്ള സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് മാനസികമായി അത്രത്തോളം തൻ്റെ മകന്റെ വേർപാടിൽ തളർന്നു നിൽക്കുന്ന ഒരു അച്ഛനാണ്. തൻ്റെ മകൻ അവസാനമായി വീണ് കിടന്ന ആ സ്ഥലത്തേക്ക് പോകുന്നതിൽ അത് മാനസികമായി അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഈ കോളേജ് കെട്ടിടത്തിനകത്ത് തന്നെ ഉണ്ട്. നിതിൻ രാജ് അവസാനമായി കയറിപ്പോയ ആ സ്റ്റെയർ കേസിനോട് ചേർന്ന ഭാഗത്താണ് അദ്ദേഹം ഉള്ളത്. ഞാൻ തിരിച്ചു വരാം.